തിരുവല്ലയിൽ ദേശീയ നിലവാരത്തിലുള്ള നീന്തൽക്കുളം സ്വപ്ന സാഫല്യത്തിലേക്ക്. നീന്തൽക്കുളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്മൈൽഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തിരുവല്ലയിൽ നീന്തൽക്കുളം പണികഴിപ്പിക്കുന്നത്. പ്രാഥമികഘട്ട പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപ ചിലവഴിച്ചു കഴിഞ്ഞു. ഒന്നാം ഘട്ടത്തിൽ കുളവും അനുബന്ധ സജ്ജീകരണങ്ങളുടെയും നിർമ്മാണമാണ് നടക്കുന്നത്. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് റോഡിന് സമീപം 25 മീറ്റർ നീളവും 12 മീറ്റർ വീതിയുമായി 5 ട്രാക്കുകളോടുകൂടിയ നീന്തൽക്കുളമാണ് സർവ്വ സജ്ജീകരണങ്ങളുമായി ഒരുങ്ങുന്നത്. തിരുവല്ലയിൽ നിലവിലുണ്ടായിരുന്ന കുട്ടികളുടെ പാർക്കിന് കിഴക്ക് ഭാഗത്തായാണ് നീന്തൽക്കുളം നിർമ്മിക്കുന്നത്. പാർക്കിന് സമീപത്തായി നീന്തൽക്കുളം വരുന്നത് ഏറെ ആകർഷകമാവുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. 5 സ്വിമ്മിംഗ് പൂളാണ് അനുവദിച്ചത്. അതിലൊന്ന് ഞാൻ പ്രതിദാനം ചെയ്യുന്ന 14-ാം വാർഡിൽ ഒരു സ്വിമ്മിംഗ് പൂള് കിട്ടുവാൻ സാധിച്ചു. ഇതിന്റെ പണി നല്ല രീതിയിൽ നടക്കുന്നു. ഇത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാൻ ഇനി അടുത്ത ഘട്ടത്തിലെ പണി MP ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള ഓഫീസും ചുറ്റുമതിലുകളും എല്ലാം ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു കമ്മിറ്റി രൂപീകരിച്ച് MP ഫണ്ട് ഉപയോഗിച്ച് ബാക്കി പണികൾ എത്രയും പെട്ടെന്ന് തീർക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് തീർത്ത് നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനമായ രീതിയിൽ ചെയ്തു കൊടുക്കുവാൻ സാധിക്കും. KB ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോൾ സംസ്ഥാനത്ത് 5 സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിക്കാൻ അനുമതി നൽകിയിരുന്നു. ഇതിലൊന്നാണ് പണി പുരോഗമിക്കുന്ന തിരുവല്ലയിലെ ദേശീയ നീന്തൽക്കുളം. ഒന്നാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നീന്തൽക്കുളത്തിന്റെ ചുറ്റുമതിലുകളും അനുബന്ധ ഓഫീസ് കെട്ടിട സമുച്ചയവുമാണ് നിർമ്മിക്കുക. MP ഫണ്ടിൽ നിന്നുള്ള തുക ചിലവഴിച്ചാണ് രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഘട്ടം ഘട്ടമായുള്ള പണികൾ പൂർത്തിയായാൽ ദേശീയ നീന്തൽക്കുളം എന്ന സ്വപ്നം തിരുവല്ലയ്ക്ക് സ്വന്തമാകും.